ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് ഓക്കെ എൻ്റെ വണ്ടി പഴയതാ, പെട്രോൾ വണ്ടിയാണ്, അത് കൊണ്ട് കളയേണ്ടി വരുമോ? അത്രയും ഭീകരമാണോ പ്രശ്നം? നമസ്കാരം. ഇത് ഒരു ഇലക്ട്രിക് കാറാണ്. ഓക്കെ, ഇലക്ട്രിക് കാർ എന്ന് പറയുമ്പോൾ ടാറ്റ കർവ് EV ആണ്. ഞാൻ പക്ഷേ ഇലക്ട്രിക് കാറിനെ കുറിച്ചല്ല സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, പെട്രോളിനെ കുറിച്ചാണ്. നമ്മുടെ നാട്ടിലെ E20 അഥവാ എത്തനോൾ 20% മിക്സ് ചെയ്ത പെട്രോളിനെ കുറിച്ചാണ്. അതിൻ്റെ ദോഷങ്ങൾ, അല്ലെങ്കിൽ എന്താണ് എത്തനോൾ, അതിൻ്റെ പ്രശ്നങ്ങൾ എന്താ, അതല്ലെങ്കിൽ അതിൻ്റെ പരിഹാരമുണ്ടോ, എന്താണ് ആ പരിഹാരം, ഇതൊക്കെ തന്നെയും പറയാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം എന്താണ് എത്തനോൾ എന്ന് പറയാം. എത്തനോൾ എന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ആൽക്കഹോളാണ്. ഇപ്പോൾ ഈഥൈൽ ആൽക്കഹോൾ എന്നോ അതല്ലെങ്കിൽ ഗ്രെയിൻ ആൽക്കഹോൾ എന്ന് പറയുന്ന ആൽക്കഹോളാണ്. കുറച്ചും കൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ ബിയറിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ദ്രാവകങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ആൽക്കഹോൾ എന്ന് അതിനെ പറയാം. അതിനെ നമ്മൾ E20 എന്ന് വിളിക്കുന്നു. കാരണം ഈ E20 എന്ന് പറയുന്നത് 20% മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. അതായത് 20% എത്തനോൾ മിക്സ് ചെയ്ത പെട്രോളിനെയാണ് E20 എന്ന് വിളിക്കുന്നത്. കുറച്ച് ചോദ്യങ്ങൾക്കാണ് നമുക്ക് ശരിക്കും ഉത്തരം തേടേണ്ടത്. ആദ്യം, E20 ഫ്യൂല് നമ്മുടെ വണ്ടിക്ക് ഹാനികരമാണോ, അല്ലെങ്കിൽ ഡേഞ്ചറാണോ, സേഫാണോ? രണ്ടെന്ന് പറയുന്നത് ഈ സംഗതി മൈലേജ് കുറയ്ക്കുമോ? മൂന്നെന്ന് പറയുന്നത് വണ്ടിയുടെ വാറണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ബാധിക്കുമോ? നാലാമതെന്ന് പറയുന്നത് പെർഫോമൻസിൽ ഇത് എങ്ങനെയാണ് ബാധിക്കുക? അഞ്ചാമെന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ പരിഹാരങ്ങൾ, അല്ലെങ്കിൽ E20 കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ E20 കോമ്പറ്റബിൾ ആകാത്ത വണ്ടി നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും, ആ വണ്ടി കൊണ്ട് കളയേണ്ടതുണ്ടോ? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. E20 കോമ്പറ്റബിൾ അല്ലാത്ത വണ്ടിക്ക് ഈ ഫ്യൂല്, അതായത് എത്തനോൾ 20% മിക്സ് ചെയ്ത പെട്രോൾ സേഫ് ആണോ എന്നുള്ളതാണ് ആദ്യ ചോദ്യം. അതിനുത്തരം എന്ന് പറയുന്നത് സേഫ് അല്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ 2023 മുന്നുള്ള മിക്ക വണ്ടികളും E20 കോമ്പറ്റബിൾ അല്ല, അതല്ലെങ്കിൽ ഈ ഫ്യൂലിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള വണ്ടികളല്ല. ഇപ്പോൾ US കാര്യം എടുത്താൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കൺട്രികളിലെ കാര്യം എടുത്താൽ, അവിടെ എത്തനോൾ 80% മിക്സ് ഉള്ള ഫ്യൂലുണ്ട്. അതിനുള്ള കൺവേർഷൻ കിറ്റുകളുണ്ട്. നമുക്ക് കൺവേർഷൻ കിറ്റുകൾ ഇതുവരെ അവൈലബിൾ അല്ല. പിന്നെ E20 എന്ന് പറയുന്ന ഫ്യൂൽ വന്നു, അതിന് പക്ഷേ പ്രൈസിൻ്റെ ഒരു ബെനിഫിറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഓക്കെ, എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ റബ്ബർ പാർട്സുകൾ, ഫ്യൂൽ ഹോസ്, പ്ലാസ്റ്റിക് പാർട്ടുകൾ, ഇതെല്ലാം തന്നെയും ഡീഗ്രേഡ് ചെയ്യപ്പെടാൻ ഈ ഒരു ഫ്യൂൽ കാരണമാവുന്നതാണ്. അതാണ് ഇതിൻ്റെ ആദ്യത്തെ ഡേഞ്ചർ. പിന്നെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് എത്തനോൾ കൊറോസീവ് ആണെന്നുള്ളതാണ്. ഓക്കെ, 20% ഉള്ളൂ. എന്നിരുന്നാലും ഇപ്പോൾ 2023 മുന്നുള്ള വണ്ടികളിൽ, മിക്കവാറും വണ്ടികളിലൊക്കെ തന്നെയും ഫ്യൂൽ ടാങ്ക് എന്ന് പറയുന്നത് ഇരുമ്പായിരിക്കും, അതല്ലെങ്കിൽ പുതിയ വണ്ടികളിലൊക്കെ പ്ലാസ്റ്റിക്കാണ്. ഓക്കെ, ഈ ഇരുമ്പ് ഫ്യൂൽ ടാങ്കിൽ തുരുമ്പ് വരാൻ ഇത് കാരണമാകുന്നതാണ്. അതൊരു വലിയ പ്രശ്നമാണ്. കാരണം തുരുമ്പിനെ ആകർഷിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നം. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു സോൾവെൻ്റാണ്. സോൾവെൻ്റ് എന്ന് പറയുമ്പോൾ കുറച്ചധികം വേസ്റ്റൊക്കെ ഇത് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് ടാങ്കിലേക്ക് വരുമല്ലോ, ടാങ്കിലാണ് ഉണ്ടാവുക. അങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ ഇത് ഫ്യൂവൽ ലൈനിലൂടെ പോയിട്ട് ഇഞ്ചക്ടറുകളെ അല്ലെങ്കിൽ ഫ്യൂവൽ ഫിൽറ്ററുകളെയൊക്കെ നശിപ്പിക്കാൻ ഇത് മതി. അതൊക്കെ തന്നെ ഇതിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ കൊറോസീവ് ആണെന്നുള്ളതും സോൾവെൻ്റ് ആണെന്നുള്ളതും പിന്നെ ഈ പറഞ്ഞ പ്ലാസ്റ്റിക് പാർട്സുകൾക്കും അല്ലെങ്കിൽ റബ്ബർ ഹോസുകൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഡാമേജ് ഉണ്ടാക്കുമെന്നുള്ളതൊക്കെ ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഇനി പഴയ വണ്ടികളിൽ ഇപ്പോൾ 7 വർഷം അല്ലെങ്കിൽ 8 വർഷമൊക്കെ ഉള്ള വാറണ്ടിയുള്ള വണ്ടികളുണ്ട്. ഈ വണ്ടികളിൽ നമ്മൾ ഈ ഫ്യൂൽ ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ E20 ഉപയോഗിച്ചാൽ അത് വാറണ്ടി വോയിഡ് ചെയ്യോ അല്ലെങ്കിൽ വാറണ്ടി നശിപ്പിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടി നിങ്ങൾക്ക് വരാം. വാറണ്ടി പോകട്ടോ, കാരണം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഫ്യൂൽ കൊണ്ടാണെന്ന് മാനുഫാക്ചേഴ്സിന് അറിയാം. അതുകൊണ്ട് വാറണ്ടി പോകുമെന്ന് തന്നെ പറയാനുള്ളത്. പിന്നെ ചില കമ്പനികളൊക്കെ അത് വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യില്ലായിരിക്കും. എന്നിരുന്നാൽ കൂടി ടെക്നിക്കലി വാറണ്ടി നശിപ്പിക്കാൻ അല്ലെങ്കിൽ വാറണ്ടി നാശമാവാൻ ഈ ഒരു കാരണം മതി. പിന്നെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് രാവിലത്തെ സ്റ്റാർട്ടിങ്, അതൊരു പ്രശ്നമുണ്ടോ, കോൾഡ് സ്റ്റാർട്ടിന് ഇഷ്യൂ ഉണ്ടോ ഒക്കെയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അതൊക്കെ തന്നെയും വലിയ പ്രശ്നമില്ലാത്ത കാര്യങ്ങളായിട്ട് കാണാവുന്ന കാര്യമാണ്. ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് ഈ E20 ഫ്യൂൽ എന്ന് പറയുന്നത് ഫ്യൂവൽ എഫിഷ്യൻസി കൂട്ടുമോ കുറയ്ക്കുമോ? കുറയ്ക്കുക ചെയ്യുക, കൂട്ടല്ല. കാരണം E20 ഫ്യൂവൽ ലോവർ എനർജി ഡെൻസിറ്റി ഉള്ളത്. എനിക്ക് തോന്നുന്നു 1 മുതൽ ഒരു 6% വരെയൊക്കെ ഒരു മൈലേജ് ഡ്രോപ്പ് ഉണ്ടാവുമെന്നാണ് ARI പറയുന്നത് തോന്നുന്നു. അതല്ലാതെ തന്നെ നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈലിനെ അത് ബാധിക്കും. നമ്മൾ കാലോട് ഓടിക്കുമ്പോൾ കൂടുതൽ ഫ്യൂൽ കത്താനും മൈലേജ് തീരെ കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ E20 ഫ്യൂൽ മൈലേജ് കുറയ്ക്കുക ചെയ്യുക എന്നുള്ളതാണ്, കൂട്ടുകയല്ല ചെയ്യുക. E20 ഫ്യൂല് മൈലേജ് കുറയ്ക്കുന്നു പറഞ്ഞു. അപ്പോൾ പവർ കൂടുക ചെയ്യുക, കുറയുക ചെയ്യുക. നിങ്ങൾ ഒക്ടേൻ 91, ഒക്ടേൻ 95 എന്ന് കേട്ടിട്ടുണ്ടാവും. E20 കോമ്പറ്റബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഈ പെട്രോളിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഫ്യൂവലിൻ്റെ ഒക്ടേൻ ലെവൽ എന്ന് പറയുന്നത് 95 ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പെർഫോമൻസ് നമുക്ക് ഈ ഒരു ഫ്യൂവൽ മിക്സറിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പറയുന്നത്. ഓക്കെ, അത് വണ്ടിയുടെ ട്യൂണിങ്ങും അല്ലെങ്കിൽ വണ്ടിയുടെ കാര്യങ്ങളും പോലിരിക്കും. ഇപ്പോൾ ടർബോ ചാർജ്ഡ് വണ്ടികളാണെങ്കിൽ, അതല്ലെങ്കിൽ കൂടിയ കംപ്രഷൻ റേഷ്യോസ് ഉള്ള വണ്ടികളാണെങ്കിൽ, ഞാൻ പറയുന്നത് 2023 മുന്നുള്ള വണ്ടികളാണ്, അതായത് നോൺ കംപ്ലൈൻ്റ് ആയിട്ടുള്ള വണ്ടികൾ, നോൺ ആയിട്ട് കോമ്പറ്റബിൾ ആയിട്ടുള്ള വണ്ടികൾ, ആ വണ്ടികൾക്ക് ബെനിഫിറ്റ് ഉണ്ടായേക്കാം. പക്ഷേ
ഒരു പാട് കൂടുതൽ പവറൊന്നും ഉണ്ടാവില്ല, എന്നാലും പവറിലൊരു ചെറിയ ബമ്പ് വേണമെങ്കിൽ കമ്പനികൾക്ക് വരുത്താവുന്നതാണ് ഈ ഒരു E20 ഫ്യൂവലിൽ. അതിന് കാരണം ഒക്ടേൻ്റെ ഹയർ ആ ഒരു റേഷ്യോ ആണ്. ഒക്ടേൻ 95 ആണ് വരുന്നത് ഉപയോഗിക്കുന്നത്. ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് ഓക്കെ എൻ്റെ വണ്ടി പഴയതാ, പെട്രോൾ വണ്ടിയാണ്, അത് കൊണ്ട് കളയേണ്ടി വരുമോ, അത്രയും ഭീകരമാണോ പ്രശ്നങ്ങളും തോന്നണ്ട. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും വരാനായിട്ട് വർഷങ്ങളെടുത്തേക്കും. കാരണം 20% ഇതിൻ്റെ എത്തനോൾ മിക്സ് എന്നറിയാലോ. പിന്നെ ഈ കൊറോസീവായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ കൊറോഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളോ അതല്ലെങ്കിൽ ഈ ഡിഗ്രേഡ് ആവപ്പെടുന്ന പാർട്സിൻ്റെയൊക്കെ ചേഞ്ചസ് അല്ലെങ്കിൽ ചേഞ്ചിങ് ഇൻ്റർവെൽ കൂടി കുറച്ച് കുറയുമെന്നാണ് ഇതിൻ്റെ വരുന്ന പ്രശ്നം. ഇപ്പോൾ നമുക്ക് ഇഞ്ചക്ടർ ആണെങ്കിലും അതല്ല ഫിൽറ്ററുകളാണെങ്കിലും അതല്ല ഫ്യൂൽ ലൈനുകളാണെങ്കിലും അതിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തി അത് മാറ്റാൻ തക്കവണ്ണമുള്ള സർവീസ് സെൻ്ററുകളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും. എന്നിരുന്നാൽ കൂടി ഒരു ലോങ് ടേം റണ്ണിൽ, ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ശരിക്കും ഇതൊക്കെ ഡാമേജ് ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്നാലും ഷോർട്ട് ടൈമിൽ ആ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, US ഈ 85 എന്ന് പറയുന്ന ഒരു കൺവേർഷൻ കിറ്റ് ഉണ്ടെന്നുള്ളത്. അതുപോലുള്ള കൺവേർഷൻ കിറ്റുകൾ മാരുതി സുസുക്കി പോലുള്ള കമ്പനികൾ അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് പോലുള്ള കമ്പനികൾ ഇറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇറക്കിയാൽ നമുക്കത് കൺവേർട്ട് ചെയ്തിട്ടും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റും. ഇനി ഞാനിതിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പരിഹാരങ്ങൾ പറയാം. പരിഹാരങ്ങൾ എന്ന് പറയുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവ് ആണ് എല്ലാം. കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് കൂടിയ പെട്രോൾ അടിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്. ഇപ്പോൾ പ്രീമിയം പെട്രോളിൽ ഇവർ E20 മിക്സ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ പ്രീമിയം പെട്രോൾ അടിക്കുക എന്നുള്ളത് ഒരു പരിഹാരമാണ്. അങ്ങനെ അടിക്കുമ്പോൾ കുറച്ചൊരു പവർ കൂടുതൽ കിട്ടും. വില കൂടുതലാണെന്നുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിലും ആ വിലക്കുള്ള ഗുണം നമുക്ക് പവറിൽ പെർഫോമൻസ് കിട്ടുമെന്നൊക്കെ കേട്ടില്ലേ. ഓക്കെ, ഇതൊക്കെ തർക്ക വിഷയങ്ങളാണ്. എന്നിരുന്നാൽ കൂടി E20യുടെ ഒരു ഡാമേജ് ഒഴിവാക്കാനായിട്ടുള്ള ആദ്യ പരിഹാരം എന്ന് പറയുന്നത് പ്രീമിയം പെട്രോളിലേക്ക് മാറുക എന്നുള്ളതാണ്. എസ്പെഷ്യലി E20 കോമ്പറ്റബിൾ അല്ലാത്ത വണ്ടികൾ, 2023 മുതലുള്ള വണ്ടികൾ. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് അഡിറ്റീവ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്, ഫ്യൂൽ അഡിറ്റീവ്സ്. ഇത് എനിക്ക് കിട്ടിയത് എവിടെ നിന്നറിയോ? ഞാനത് കണ്ടെത്തുന്നത് KTM എന്നാണ്. KTMൻ്റെ പുതിയ 160 ഡ്യൂക്ക് 160 വന്നപ്പോൾ അവരതിൻ്റെ ഒരു പ്രസ് കോൺഫറൻസിൽ ആരോ അവരോട് ചോദിച്ചു, ഈ പഴയ ബൈക്കുകളിൽ E20 കോമ്പറ്റബിൾ അല്ലല്ലോ, അപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളത്. അതിന് അവർ കൊടുത്തൊരു പരിഹാരമായിരുന്നു ഈ അഡിക്റ്റീവ് മിക്സ് ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് കാറുകളിലും പരീക്ഷിക്കാം. ഓരോ ഫുൾ ടാങ്കിലും അതിനനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ അനുപാതികമായിട്ടുള്ള ഫ്യൂൽ അഡിക്റ്റീവ് യൂസ് ചെയ്താൽ ഈ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി അധിക കാലം ഓടാതെ ഇടാതിരിക്കുക എന്നുള്ളതാണ്. കാരണം വണ്ടി ഓടാതിരുന്നാൽ ഈ എത്തനോൾ മിക്സുള്ള ഫ്യൂവലിൽ വാട്ടർ ലെയറുകൾ അല്ലെങ്കിൽ വാട്ടറായിട്ട് അത് കെമിക്കൽ റിയാക്ഷൻ മൂലം വിഘടിക്കപ്പെടുകയും വെള്ളത്തിൻ്റെ അളവ് കൂടുകയും അത് ഫ്യൂവൽ സിസ്റ്റത്തിനെ കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വണ്ടി അതേ കാലം ഓടാതെ ഇടാതിരിക്കുക എന്നുള്ളതും ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു പരിഹാരമായിട്ട് കാണാവുന്ന കാര്യമാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുക എന്നുള്ളതാണ്. ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാൽ അതിനകത്ത് കണ്ടൻസേഷനുള്ള ആ ഒരു കാര്യങ്ങൾ കുറവായിരിക്കും, സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു വയ്ക്കുക എന്നുള്ളതും ശരിക്കും പറഞ്ഞാൽ ഇതിന് പരിഹാരമായിട്ട് കാണാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ E20 ഫ്യൂവൽ വരുന്നു. ഓക്കെ, ഗവൺമെൻറ് നമ്മുടെ പ്രകൃതിക്ക് അനുസൃതമായിട്ടുള്ള, പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു കാര്യമായിട്ടാണ് E20 ഫ്യൂവൽ വരുന്നത്. ഓക്കെ, വിദേശത്തൊക്കെ മുന്നേ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും ഈ ഫ്യൂവലിനോട് നമുക്ക് താതാത്മ്യപ്പെടാൻ വേണ്ടിയിട്ടും നമുക്ക് ഇതിനോട് അനുകൂലിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ പ്രകൃതിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൂടി ഭാഗമാക്കാവണമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മറക്കാം. ഈ ഒരു ഗുണമുള്ള കാര്യത്തിനോട് നമുക്ക് താതാത്മ്യപ്പെടാം, അതിൻ്റെ കൂടെ നമുക്ക് കൂടാം. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.